ഇന്ന് നമ്മൾ ഗാങ്ടോക്കിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ നാഥുല പാസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ടൗൺ കഴിഞ്ഞതും കാലാവസ്ഥ ആകെ മാറി. ചെറിയ രീതിയിൽ മഞ്ഞ് പെയ്യാനും ഒക്കെ തുടങ്ങിയിട്ട് റോഡുകളൊക്കെ വളരെ വളഞ്ഞു പുളഞ്ഞ റോഡുകളാണ്. വെള്ളമില്ല. മുകളിലേക്ക് കയറും തോറും പച്ചപ്പ് മാറി ചുറ്റും വെളുത്ത മഞ്ഞുപാളികൾ മാത്രമായി. റോഡിൽ മഞ്ഞ് വീണ് ബ്ലോക്കാവാതിരിക്കാൻ വലിയ മഞ്ഞുമാറ്റി യന്ത്രങ്ങളൊക്കെ ഇവിടെ എപ്പോഴും റെഡിയാണ്. അങ്ങനെ നമ്മൾ നാഥുലായിൽ എത്തിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000 അടി മുകളിലാണ് ഈ സ്ഥലം. നല്ല കൊടും തണുപ്പും ശക്തമായ കാറ്റുമാണ് ഇവിടെ. ചുറ്റും ഇത്രയും മഞ്ഞ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കൊച്ചുകുട്ടിയായി പോകും. ഗ്ലൗസ് ഒക്കെ ഇട്ട് മഞ്ഞുരുള ഉണ്ടാക്കാൻ ഇത്തിരി പാടാണെങ്കിലും സംഭവം ഭയങ്കര രസകരമാണ് കേട്ടോ. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല നാഥുല പാസ്. ഇതിന് വലിയൊരു ചരിത്ര പ്രാധാന്യവുമുണ്ട്. പണ്ടുകാലത്ത് ഇന്ത്യയും ടിബറ്റും തമ്മിൽ വ്യാപാരം നടത്തിയിരുന്ന പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്നാണ് മാറുക. ഇപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിന്റർ കോട്ടും റെയിൻകോട്ടും കരുതുന്നത് എപ്പോഴും നല്ലതാണ്. തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ പ്രശസ്തമായ ചാങ്കു തടാകത്തിന്റെ അരികിൽ നിർത്തി. നല്ല ഭംഗിയായി അലങ്കരിച്ച ഒരുപാട് യാക്കുകളെ ഇവിടെ കാണാം. ഇതിന്റെ മുകളിൽ കയറി ആളുകൾ സവാരി ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ തടാകം കാണാൻ നല്ല ഭംഗിയാണ്. മലനിരകളുടെ നിഴൽ ആ വെള്ളത്തിൽ തെളിഞ്ഞു കാണാം. മനസ്സിന് ഭയങ്കരമായ ഒരു ശാന്തത തരുന്ന കാഴ്ചയാണിത്. ഈ കൊടുന്തണുപ്പത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ കടയിൽ കയറി നല്ല ആവി പറക്കുന്ന ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഇന്ന് നമ്മൾ ഗാങ്ടോക്കിൽ നിന്നും ചരിത്രപ്രസിദ്ധമായ നാഥുല പാസിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ടൗൺ കഴിഞ്ഞതും കാലാവസ്ഥ ആകെ മാറി. ചെറിയ രീതിയിൽ മഞ്ഞ് പെയ്യാനും ഒക്കെ തുടങ്ങിയിട്ട് റോഡുകളൊക്കെ വളരെ വളഞ്ഞു പുളഞ്ഞ റോഡുകളാണ്. വെള്ളമില്ല. മുകളിലേക്ക് കയറും തോറും പച്ചപ്പ് മാറി ചുറ്റും വെളുത്ത മഞ്ഞുപാളികൾ മാത്രമായി. റോഡിൽ മഞ്ഞ് വീണ് ബ്ലോക്കാവാതിരിക്കാൻ വലിയ മഞ്ഞുമാറ്റി യന്ത്രങ്ങളൊക്കെ ഇവിടെ എപ്പോഴും റെഡിയാണ്. അങ്ങനെ നമ്മൾ നാഥുലായിൽ എത്തിക്കഴിഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 14,000 അടി മുകളിലാണ് ഈ സ്ഥലം. നല്ല കൊടും തണുപ്പും ശക്തമായ കാറ്റുമാണ് ഇവിടെ. ചുറ്റും ഇത്രയും മഞ്ഞ് കാണുമ്പോൾ നമ്മൾ അറിയാതെ ഒരു കൊച്ചുകുട്ടിയായി പോകും. ഗ്ലൗസ് ഒക്കെ ഇട്ട് മഞ്ഞുരുള ഉണ്ടാക്കാൻ ഇത്തിരി പാടാണെങ്കിലും സംഭവം ഭയങ്കര രസകരമാണ് കേട്ടോ. കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല നാഥുല പാസ്. ഇതിന് വലിയൊരു ചരിത്ര പ്രാധാന്യവുമുണ്ട്. പണ്ടുകാലത്ത് ഇന്ത്യയും ടിബറ്റും തമ്മിൽ വ്യാപാരം നടത്തിയിരുന്ന പ്രശസ്തമായ സിൽക്ക് റൂട്ടിന്റെ ഭാഗമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്നാണ് മാറുക. ഇപ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിന്റർ കോട്ടും റെയിൻകോട്ടും കരുതുന്നത് എപ്പോഴും നല്ലതാണ്. തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ പ്രശസ്തമായ ചാങ്കു തടാകത്തിന്റെ അരികിൽ നിർത്തി. നല്ല ഭംഗിയായി അലങ്കരിച്ച ഒരുപാട് യാക്കുകളെ ഇവിടെ കാണാം. ഇതിന്റെ മുകളിൽ കയറി ആളുകൾ സവാരി ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ തടാകം കാണാൻ നല്ല ഭംഗിയാണ്. മലനിരകളുടെ നിഴൽ ആ വെള്ളത്തിൽ തെളിഞ്ഞു കാണാം. മനസ്സിന് ഭയങ്കരമായ ഒരു ശാന്തത തരുന്ന കാഴ്ചയാണിത്. ഈ കൊടുന്തണുപ്പത്ത് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ കടയിൽ കയറി നല്ല ആവി പറക്കുന്ന